1000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ കാണുന്ന സ്പോർട്ടി ഡിസൈനോട് കൂടിയ ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് കിട്ടുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സേഫ്റ്റി സൺഡേസ്. സേഫ്റ്റി സൺഡേസ് എന്ന് പറയുന്നത് നമ്മളെല്ലാ ഞായറാഴ്ചകളിലും അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസിൻ്റെ പേരാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സേഫ്റ്റി ഗിയേഴ്സിനെ പറ്റിയിട്ട് ഒരു ഇൻസൈറ്റ് തരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു സേഫ്റ്റി ഗിയർ വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് മാക്സിമം വാല്യൂ ഫോർ മണി അതുപോലെ തന്നെ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഗിയേഴ്സ് ചൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സോ തുടർച്ചയായി ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തേക്കാം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളതാണ് സ്റ്റഡ്സ് എന്ന ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ഏറ്റവും പുതിയൊരു മോഡൽ റൈഡർ എന്നാണ് ഈ കാണുന്ന ഹെൽമെറ്റിൻ്റെ പേര്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. 1000 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ 1055 രൂപ. നിങ്ങൾക്ക് മാർക്കറ്റിൽ 1000 രൂപയ്ക്ക് ഇത് വാങ്ങാൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു 1000 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഡീല് തന്നെയാണ്. കാരണം നമ്മൾ ഇന്ത്യക്കാർ ഹെൽമെറ്റ് വെക്കുന്നത് ഒന്ന് പോലീസിനെ പേടിച്ചിട്ടും AI ക്യാമറ പേടിച്ചിട്ടും ഒക്കെയാണ്. അല്ലാത്തൊരു പക്ഷം നല്ല സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഹെൽമെറ്റ്സ് വാങ്ങാറും പതിവുണ്ട്. പക്ഷേ നമ്മൾ ഭൂരിഭാഗം ആളുകളും ഇതുപോലെയുള്ള ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഹെൽമെറ്റ്സിലായിരിക്കും സെറ്റിൽ ആവുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയതിൽ വെച്ച് വൺ ഓഫ് ദ കൂൾ ലുക്കിംഗ് ഹെൽമെറ്റ് തന്നെയായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ഡിസൈൻ നോക്കുക, ഏതൊരു പ്രീമിയം ഹെൽമെറ്റിനോടും നമുക്ക് കമ്പയർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ എലമെൻ്റാണ് ഈ ഒരു ഹെൽമെറ്റിന് സ്റ്റഡ്സ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു എയറോ ഡൈനാമിക് ഷേപ്പ്. പോരാത്തതിന് നമ്മൾ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് കട്ട്സും സ്കൂപ്സും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ബെറ്റർ എയർ ഫ്ലോ ഇതിലേക്ക് കിട്ടും. സാധാരണ ഒരു റൗണ്ട് ഷേപ്ഡ് ഹെൽമെറ്റ്സ് ഉപയോഗിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ബെറ്റർ എയറോ ഡൈനാമിക് ഫീൽ കിട്ടുന്നത് ഈ ഒരു ഹെൽമെറ്റിൽ നിന്ന് തന്നെയായിരിക്കും. പോരാത്തതിന് ഇതിന് ബാക്കിൽ നമുക്കൊരു റിയർ വിൻഡ് സ്പോയിലറും വരുന്നുണ്ട്. എത്രത്തോളം ഇത് ഫങ്ഷണൽ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ കാണാൻ ഇതിന് നല്ല ലുക്കുണ്ട്. ഒരു ഡിസൈൻ എന്ന നിലയ്ക്ക് ഇതിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി സേഫ്റ്റി റേറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ISI സേഫ്റ്റി റേറ്റിംഗ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. സ്റ്റഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രാൻഡ് കൂടിയാണ്. അപ്പം നമുക്ക് ആ ഒരു റേറ്റിംഗേ ഈ ഒരു പ്രൈസിൽ കിട്ടുന്നുള്ളൂ. പിന്നീട് ഒരു എടുത്തു വരേണ്ട സവിശേഷത ഇതിൻ്റെ വെയിറ്റ് ആണ്. 1050 ഗ്രാംസ് മാത്രമേ ഈ ഒരു ഹെൽമെറ്റിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. സോ ഇറ്റ്സ് എ വെരി വെരി ലൈറ്റ് വെയിറ്റ് ഹെൽമെറ്റ്. ഇനിയും ഈ ഒരു വൈസർ മെക്കാനിസത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ക്വിക്ക് റിലീസ് വൈസർ മെക്കാനിസം ആണ് വരുന്നത്. അതായത് ഈ കാണുന്ന നോബിൽ നമ്മൾ ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ വൈസർ റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാനും തിരിച്ച് റീഫിറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഹെൽമെറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു വൈസർ തന്നെയാണ് ഈ ഒരു ഹെൽമെറ്റിൽ സ്റ്റഡ്സ് കൊടുത്തിരിക്കുന്നത്. പോരാതെ തന്നെ നമ്മൾ പ്രീമിയം ഹെൽമെറ്റ്സിൽ കാണുന്ന പോലെയുള്ള എയർ ഇൻടേക്സും ഈ ഒരു ഹെൽമെറ്റിലുണ്ട്. സോ ടോപ്പ് പോർഷനിൽ നമുക്ക് 2 ഉണ്ട്, ഈ ഒരു ചിൻ ഏരിയയിൽ നമുക്ക് 1 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടുകാലങ്ങളൊക്കെ ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തലയിലേക്ക് കുറച്ചും കൂടെ ബെറ്റർ കൂളിംഗ് കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നതായിരിക്കും. ഇനി ഫാസ്റ്റനിങ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിക്ക് റിലീസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അകത്തെ ഫോംസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് പ്രീമിയം എന്നോ അല്ലെങ്കിൽ ഒരുപാട് ചീപ്പ് എന്നോ പറയാനില്ല. നമ്മളിത് വെയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരു കംഫർട്ടബിൾ ഫീലും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നൽകുന്നുമുണ്ട്. അപ്പം ഇത് റിമൂവബിളോ വാഷബിളോ ഒന്നുമല്ല, ഇതിൽ തന്നെ ഇൻബിൽഡായിട്ട് വരുന്ന ഫോം പാഡിങ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ മൊത്തത്തിലുള്ള സ്പെക്ക് എന്ന് പറയുന്നത്. 1055 രൂപ MRPയിൽ വരുന്ന ഒരു ഹെൽമെറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. അത്യാവശ്യം സ്റ്റഡ്സ് ആ ഒരു മാർക്കറ്റിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം എന്ന് തന്നെയാവും ഇത് വെച്ച് വിചാരിക്കുന്നത്. എന്തായാലും അത് ഫലപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്യാവശ്യം കാണാൻ നല്ല ലുക്കുണ്ട്. ഈ പറയുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാനാണെങ്കിലും നല്ല ഒരു ഹെൽമെറ്റ് തന്നെയാണ്. പക്ഷേ ഇത്തരം ഹെൽമെറ്റ്സ് ഞാൻ ഒരിക്കലും ആസ് എ റൈഡർ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, അൺലെസ് നിങ്ങൾക്ക് ഒട്ടും പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം. കാരണം ഹെൽമെറ്റ് വെക്കാണ്ട് പോകുന്നതിനേക്കാളും എപ്പോഴും നല്ലതാണ് ഇത്തരത്തിലുള്ളൊരു ഹെൽമെറ്റെങ്കിലും നിങ്ങളുടെ തലയിൽ വെക്കുക എന്നുള്ളത്. എല്ലാവർക്കും 5000 രൂപ 6000 രൂപ 10000 രൂപയുടെ ഹെൽമെറ്റ്സ് ഒന്നും വാങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല, ഐ നോ ദാറ്റ്. പക്ഷേ എപ്പോഴും നിങ്ങൾ ഒരു ഹെൽമെറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പം നിങ്ങളുടെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം ബഡ്ജറ്റ് നോക്കുക, നിങ്ങളുടെ പർപ്പസും കൂടെ നോക്കിയിട്ട്. നിങ്ങൾ ഡെയിലി യൂസ് ആണ് അല്ലെങ്കിൽ സിറ്റി കമ്മ്യൂട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു 12000 15000 രൂപയുടെ ഡോട്ട് സർട്ടിഫൈഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ ഡീറിങ്ങോട് കൂടിയിട്ടുള്ള ഹെൽമെറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ഒരു നല്ല സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ഹെൽമെറ്റ് എടുക്കുക എന്നുള്ളത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്. കൂടുതലും ഇത്തരം ഹെൽമെറ്റ്സ് ചൂസ് ചെയ്യുന്നവർ കുറച്ച് പ്രായമായവർ, സ്ത്രീകൾ, അല്ലെങ്കിൽ വളരെ ക്യാഷ്വൽ റൈഡ് ചെയ്യുന്നവർ, ഒരു 40 കിലോമീറ്റർ 45 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്ററിന് സ്പീഡിന് മുകളിലേക്ക് പോകാത്തവരും, കൂടിപ്പോയാൽ ഒരു 50 കിലോമീറ്റർ റേഡിയസിൽ മാത്രം വാഹനം ഓടിക്കുന്നവരുമായിരിക്കും. കൂടുതൽ സ്കൂട്ടർ ഓടിക്കുന്നവർ, കമ്പ്യൂട്ടർ ബൈക്ക് ഓടിക്കുന്നവരൊക്കെ ആയിരിക്കും ഈ ഒരു ഹെൽമെറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കുന്നതിൽ തെറ്റില്ലാത്ത ഒരു ഹെൽമെറ്റ് തന്നെയാണ്. ഇപ്പം ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കമ്പയർ ചെയ്യാവുന്ന മറ്റ് ഹെൽമെറ്റ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്
ഇട്ടേക്ക്. നല്ല ഒരു ലുക്കും ഫീച്ചേഴ്സും ഫംഗ്ഷനും ഒക്കെ തന്നെ വരുന്ന ഹെൽമെറ്റ് ആയിട്ടാണ് ഈ ഒരു പുതിയ സ്റ്റഡ്സ് റൈഡറിനെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഹെൽമെറ്റിനെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ കമന്റ് ആയിട്ട് ഇടുക. അതുപോലെ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനുള്ള ഇഗ്നേഷ് സ്ട്രീറ്റിന്റെ ഷോപ്പിൽ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ്. ഇത് 4 കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ പ്ലെയിൻ ബ്ലാക്ക് കളറാണുള്ളത്. പോരാതെ റെഡ്, ഗ്രേ, മിലിറ്ററി ഗ്രീന് പോലെയുള്ള മറ്റ് കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. സോ ഇത്രയാണ് ഈ ഒരു ഹെൽമെറ്റിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ, അല്ലെങ്കിൽ എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം, ഇതിലും ബെറ്റർ ഹെൽമെറ്റ്സ് ഈ ഒരു പ്രൈസിൽ കിട്ടുമോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കുക. അതുപോലെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത ഞായറാഴ്ച.